കാൽക്കുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെർസെൻറ്റേജസ് പാർട്ട് 2 ആണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലാക്കാം? 2, ഒരു ഡെസിമലിനെ എങ്ങനെ പെർസെൻറ്റേജിലാക്കാം? 3, ഒരു പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമലിലാക്കാം? ഈ പറയുന്ന 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 2 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ചും ഉണ്ട് എങ്കിൽ എത്ര ശതമാനം ഓറഞ്ച് ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം മൊത്തത്തിൽ എത്രയുണ്ട്, മൊത്തം എത്രയുണ്ട്? പഴമാണുള്ളത്, 2 ആപ്പിളും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. മൊത്തം എത്രയാ ഉള്ളത്? 5 പഴങ്ങളുണ്ട്. അതിൽ എത്രയാണ് ഓറഞ്ച് ഉള്ളത്? 3. സോ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ കിട്ടി. മൊത്തത്തിൽ എത്രയാണുള്ളത്? മൊത്തം എത്രയാ? 3. അതിൽ എത്രയാ മൊത്തം എത്രയാ? 5. അതിൽ എത്ര ഓറഞ്ചാ ഉള്ളേ? 3. സോ 3/5 ഇൻറ്റു 100. സംശയമുണ്ടോ? എനിക്ക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോയെ പെർസെൻറ്റേജിലാക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 കൊണ്ട് 100നെ ഞാൻ ക്യാൻസൽ ചെയ്തു 20 തവണ. സോ എത്ര ശതമാനം? 60% അവിടെ എന്താണ്? ഓറഞ്ച് ആണ്. ഇനി എത്ര ശതമാനം ആപ്പിൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? മൊത്തത്തിൽ എത്രയുണ്ട് അവിടെ? ആകെ 5 പഴങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണമാണ് ആപ്പിൾ? 2. വീണ്ടും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിക്ക് എന്ത് കിട്ടി? 20. 40% അവിടെ എന്താണ്? ആപ്പിൾ ആണ്. സോ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 2 കിലോഗ്രാം ആപ്പിളും 3 കിലോഗ്രാം ഓറഞ്ചും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എങ്കിൽ എത്ര ശതമാനം ഓറഞ്ച് ഉണ്ട് എന്ന് ചോദിച്ചാൽ ശതമാനം പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ടോട്ടൽ ആണ് താഴെ വരേണ്ടത്. ടോട്ടൽ എത്രയാ? 5. അതിൽ എത്ര എണ്ണമാണ് ഓറഞ്ച്? 3. 3/5 ഇൻറ്റു 100. മനസ്സിലായോ? പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച്. അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ. കൃത്യമായി മനസ്സിലായി? ബേസിക്സിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കച്ചവടക്കാരൻ്റെ എന്താ ഉള്ളത്? 2 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ചും ഉണ്ട് എങ്കിൽ എത്ര ശതമാനം ഓറഞ്ച് ഉണ്ട് എന്ന് ചോദിച്ചാൽ ആകെയുള്ള ഓറഞ്ചിന്റെ അല്ലെങ്കിൽ ആകെയുള്ള പഴങ്ങളുടെ എണ്ണം എത്രയാണ്? 5. അതിൽ എത്രയാണ് ഓറഞ്ച്? 3. സോ 3/5 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച്. ഇനി ആപ്പിളിന്റെ ശതമാനം ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? ആകെ എത്ര പഴങ്ങളുള്ള? 5. അതിൽ എത്രയാണ് ആപ്പിള്? 2. സോ 2/5 ഇൻറ്റു 100. അപ്പോൾ എനിക്ക് ആപ്പിളും കിട്ടി. ഇനി ശതമാനം മാറ്റി അംശബന്ധം ആപ്പിളും ഓറഞ്ചും തമ്മിലുള്ള അംശബന്ധം പറയുകയാണെങ്കിൽ എത്ര ആപ്പിൾ ഉണ്ട്? 2. എത്ര ഓറഞ്ച് ഉണ്ട്? 3. സോ അംശബന്ധം എങ്ങനെയാ? 2:3. പരീക്ഷയ്ക്ക് ഇങ്ങനെയും തരാം. ആപ്പിളും ഓറഞ്ചും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ് എങ്കിൽ അവയുടെ പെർസെൻറ്റേജ് എത്ര? ഞാൻ ആദ്യം എണ്ണം പറഞ്ഞു. എണ്ണം പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാറ്റി? പെർസെൻറ്റേജിലേക്ക് മാറ്റി. ഇനി ഞാൻ പറയുന്നത് അംശബന്ധമാണ്, അഥവാ റേഷ്യോ ആണ്. ആപ്പിളും ഓറഞ്ചും തമ്മിലുള്ള റേഷ്യോ 2:3 ആണെങ്കിൽ പെർസെൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പറുകളുടെ രൂപത്തിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവയെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. 2:3 എന്ന രീതിയിലാണ് കിട്ടിയത്. ഇതിനർത്ഥം എന്താ? 2:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ടോട്ടൽ 5 തുല്യ ഭാഗങ്ങൾ, വ്യത്യാസമുണ്ട്. 5 തുല്യ ഭാഗങ്ങളുണ്ട്. ആ 5 തുല്യ ഭാഗങ്ങളിൽ 2 എണ്ണം ആരെടുത്തു? ആപ്പിൾ എടുത്തു. സോ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ എങ്ങനെ? 2/5 ഇൻറ്റു 100. ഇനി പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് എങ്ങനെ? 3/5 ഇൻറ്റു 100. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യനുകളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തരാൻ പോവുകയാണ്.
രണ്ട് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒരു ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമുണ്ട്. അതിൽ എത്ര ശതമാനം ആൺകുട്ടികളുണ്ട് എന്നും എത്ര ശതമാനം പെൺകുട്ടികളുണ്ട് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ട എന്താ? ആദ്യം ടോട്ടൽ വേണം. ടോട്ടൽ എത്രയാ? 25 പ്ലസ് 35 ആണ്. 25 പ്ലസ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര പേരുണ്ട്? 30, 20, 50. ആഡ് ചെയ്യാൻ എപ്പോഴും ആദ്യം പത്തുകൾ തമ്മിൽ കൂട്ടുക. ഇവിടത്തെ 10 എന്ന് പറഞ്ഞാൽ 20, ഇവിടത്തെ 10 എന്ന് പറഞ്ഞാൽ 30. 30 പ്ലസ് 20 50. ഈ രണ്ട് ഒന്നുകൾ തമ്മിൽ കൂട്ടുക. 5 പ്ലസ് 5 10. എത്ര കിട്ടി? 60. ആഡ് ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. 27 × 47 എന്ന് പറഞ്ഞാൽ ആദ്യം 20 40 കൂട്ടുക. 60. 7 7 14. അപ്പൊ എത്ര? 74. ഇനി 54 53 28 കൂട്ടാൻ പറഞ്ഞാൽ ആദ്യം പത്തുകൾ കൂട്ടുക. 50 20 70. 8 3 11 81. സംശയം ഉണ്ടോ? ആദ്യം പത്തുകൾ കൂട്ടുക, അതിനുശേഷം ഒന്നുകൾ കൂട്ടുക. ആ ഒന്നുകൾ കൂട്ടുന്ന കാര്യം മാത്രം ഒന്ന് ഉറപ്പിച്ചെടുത്താൽ മാത്രം മതി. കാരണം ആഡ് ചെയ്യുന്നത് നമുക്ക് മെന്റലി ചെയ്യുക. മെന്റലി നമ്മൾ മാനസികമായി കണക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മാനസികമായ പ്രോബ്ലം ചെയ്യുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റുകളുടെ അളവ് വളരെ കുറവ്. ഓക്കെ, ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം 25ഉം പെൺകുട്ടികളുടെ എണ്ണം 35ഉമാണ്. സോ ആകെ എത്ര പേരുണ്ട്? 60. അതിൽ എത്രയാണ് ആൺകുട്ടികൾ? 25/60 × 100. സംശയമുണ്ടോ? ഇത് എത്രയാണ് എന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് എനിക്ക് കമന്റ് ചെയ്യണം. അതിനുശേഷം അടുത്ത എത്രയാ? പെൺകുട്ടികളുടെ എണ്ണം എത്ര? 35. ആകെ എത്രയാ? 60 × 100. അതും നിങ്ങൾ സോൾവ് ചെയ്ത് കമന്റ് ചെയ്യണം. ഇനി റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള എണ്ണം. ആൺകുട്ടികൾ 25 ഉണ്ട്, പെൺകുട്ടികൾ എങ്ങനെയുണ്ട്? 35 ഉണ്ട്. സോ 25 35 റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ താഴെ എനിക്ക് മുകളിലും താഴെ 5 കൊണ്ട് കട്ട് ചെയ്യാം. സോ 5:7 എന്ന റേഷ്യോ കിട്ടി. റേഷ്യോ എങ്ങനെ? 5:7. ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. 8Bയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 5:7 ആണെങ്കിൽ പെർസെന്റേജ് എത്ര? സോ 5:7 എന്ന് കണ്ടാൽ ടോട്ടൽ എത്ര ഡിവിഷനാ? 12 ഡിവിഷൻ. എന്ന് പറഞ്ഞാൽ 12ആയി തുല്യമായി ഭാഗിച്ചതിൽ അതിൽ 5 എണ്ണം ആരാണ്? ബോയ്സ്. 12 തുല്യ ഭാഗങ്ങളിൽ അതിൽ എത്രയാണ് ഗേൾസ്? 7. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും റേഷ്യോയിൽ തന്നിരിക്കുന്നെങ്കിൽ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ തന്നിരിക്കുകയാണെങ്കിൽ ആകെ വാല്യൂ അറിയാമെങ്കിൽ ആദ്യം ഫ്രാക്ഷൻ ആക്കുക. ഫ്രാക്ഷൻ ആക്കിയതിനു ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോ ഒരു ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെ എത്ര വേണം എന്നുള്ള കാര്യം ഡിനോമിനേറ്ററിൽ വേണം. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ആ ആകെയിൽ എത്ര ഉണ്ട് എന്നുള്ള കാര്യം ന്യൂമറേറ്ററിൽ വേണം. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്ത് പറയുന്ന കാര്യം ശതമാനത്തിൽ എന്തിരുന്നു കഴിഞ്ഞാൽ 5:7 എന്ന് പറഞ്ഞാൽ അവിടെ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 12 ഭാഗങ്ങൾ. ആ 12 ഭാഗങ്ങളിൽ എത്രയാണ് ആൺകുട്ടികൾ? 5. അവിടെ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 12 ഭാഗങ്ങൾ. അതിൽ എത്ര ഭാഗമാണ് ഗേൾസ്? 7. അങ്ങനെ കൺവേർട്ട് ചെയ്തതിനു ശേഷം ചെയ്യുക. ഒരു സാധാരണക്കാരൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. വാടക എന്ന് പറഞ്ഞ 5000 രൂപ പോവും. EMI എന്ന് പറഞ്ഞ് 3000 രൂപ പോയി. അപ്പൊ 10000 രൂപ ശമ്പളം കിട്ടിയാൽ 5000 രൂപ വാടക, 3000 രൂപ 2000 രൂപയുണ്ട്. ആ 2000 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ആ പെട്രോൾ ഒരു ദിവസം 100 രൂപയ്ക്ക് അടിക്കേണ്ടി വരും. അവൻ 20 ദിവസം പൈസ തീരും. പിന്നെ അടുത്ത 10 ദിവസത്തെ കടം വാങ്ങിച്ചായിരിക്കും ഓടുന്നത്. ഒരു സാധാരണക്കാരന്റെ അവസ്ഥയാണത്. അപ്പോ ഈ അവസ്ഥകൾ മാറണം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, PSC ക്ലിയർ ചെയ്യുക, ഒരു ഗവൺമെന്റ് ജോലി മേടിക്കുക. നിങ്ങളുടെ ഈ അവസ്ഥ ഉറപ്പായി മാറും. നമ്മുടെ ചോദ്യം എന്താണ്? 10000 രൂപയാണ് രാജുവിന്റെ വരുമാനം. അതിൽ അവൻ 5000 രൂപ വാടകയ്ക്ക് കൊടുത്തു, 3000 രൂപ EMIക്ക് ചെലവാക്കി. എങ്കിൽ എത്ര ശതമാനം രൂപ രാജുവിന്റെ കയ്യിലുണ്ട്? എത്ര ശതമാനം രൂപ അവന്റെ കയ്യിലുണ്ട്? അപ്പൊ ആകെ ഉള്ളത് എനിക്കറിയാം 10000. അപ്പോ 5000 രൂപ വാടകയ്ക്കും 3000 രൂപ EMIക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവന്റെ എത്ര കാണും? 5000 പ്ലസ് 3000 അത് 8000 ആണ് എന്ന് എനിക്കറിയാം. 10000-ൽ നിന്ന് 8000 കുറച്ചാൽ വെറും 2000 രൂപ മാത്രമാണ് അവന്റെ കയ്യിൽ. ഇത് എത്ര ശതമാനം? അപ്പൊ എനിക്ക് ഫ്രാക്ഷൻ കിട്ടി. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ എത്ര ശതമാനമായിട്ട് എനിക്ക് കിട്ടും? 20% മാത്രമാണ് അവന്റെ കയ്യിൽ അവന് കിട്ടുക. മനസ്സിലായോ? അപ്പൊ എത്ര ശതമാനം വാടക അടച്ചെന്ന് വെച്ചാൽ എങ്ങനെ പറയാം? 5000 ഭാഗം 10000. 10000-ന്റെ എത്രയാണ് 5000 എന്ന് പറയുന്നത്? പകുതിയാണ്. അപ്പൊ എത്ര ശതമാനമാണത്? 50%. ഇനി EMI എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയാം?
3000 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100. അതും എത്രയാണെന്ന് പറയാം? 30% എന്ന് പറയാം. സോ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വരുമാനമുണ്ട്, അതിൽ വാടകയ്ക്കും EMI സംഭവമുണ്ട്, EMIക്ക് ചിലവാക്കി കാശുണ്ടെങ്കിൽ എത്ര രൂപ ബാക്കി വരും എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അത് കൃത്യമായി കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ തന്നിരിക്കുന്ന മൊത്തമുള്ള കാര്യം ഡിനോമിനേറ്ററിലും നമുക്ക് എന്തിന്റെയാണോ പെർസെന്റേജ് വേണ്ടത് അത് ന്യൂമറേറ്ററിലും എഴുതി ഫ്രാക്ഷൻ ആക്കുക. അതിനുശേഷം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. യു വിൽ ഗെറ്റ് വാട്ട്? ദ പെർസെന്റേജ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് പഠിച്ചത്. കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സെക്ഷൻ അല്ല ഇത്. ഇനി കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ PSCയുടെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയി തോന്നും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ അറിയണം, റേഷ്യോ തന്നാൽ ഫ്രാക്ഷൻ ആക്കാൻ അറിയണം, ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഫ്രാക്ഷൻ ആക്കാൻ അറിയണം. ആ ഫ്രാക്ഷൻ എന്താക്കിയാൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തായി? പെർസെന്റേജ് ആയി. ഇപ്പോ പെർസെന്റേജ് ആയി ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 20% ഉണ്ടായിരുന്ന എന്റെ ശമ്പളം 30% കൂടിയാൽ എന്ത് സംഭവിക്കും? എന്റെ ചെലവിലുണ്ടാകുന്നത്. ഇനി എന്റെ ശമ്പളം അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ വാങ്ങിക്കാൻ പോയി 50% ഞാൻ നോക്കി വെച്ച സമയത്തുള്ള വില. ഇപ്പൊ അതിന്റെ വില 25% കൂടി എങ്കിൽ എത്ര രൂപ എനിക്ക് കൂടുതൽ വേണം? ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനുള്ള പരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി ഒരു വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞുതരാം, അതോടുകൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഞാൻ ഏറ്റവും എളുപ്പമുള്ള സംഖ്യ പറയാം. 100 ആണ് എങ്കിൽ 100ന്റെ 50% എത്രയാണ്? 50 രൂപയാണ്. 25% എത്രയാണ്? 25 ആണ്. 10% എത്രയാണ്? 10 ആണ്. 1% എത്രയാണ്? 1 ആണ്. ഇത് പറയാനുള്ള കാരണം എന്താണ്? 200 എന്ന് പറഞ്ഞാൽ 200ന്റെ 50% എടുക്കാൻ നേരെ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതി എടുത്താൽ മതി, 100. ഇനി ഈ 100ന്റെ പകുതി വീണ്ടും എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 25% കിട്ടും. സംശയമുണ്ടോ? 25% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോ 500ന്റെ 25% എന്ന് പറഞ്ഞാൽ ആദ്യം 50% എടുക്കുക, പകുതി എടുക്കുക 250, അതിനെ വീണ്ടും പകുതി എടുക്കുക 125, അതിന് എത്ര ശതമാനമായി? 25%. അപ്പോ 25% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ 3 കാര്യം ഓർത്തിരിക്കുക. എനിക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യയുടെ 50%, ഒരു സംഖ്യ എനിക്ക് തന്നിട്ടുണ്ട്, ആ സംഖ്യയുടെ 50%, 25%, 75%, ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, തരാൻ പോകുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു സംഖ്യ, നമുക്ക് 500 രൂപ എടുക്കാം. അപ്പൊ 500 രൂപയുടെ 50% എടുക്കാൻ പറഞ്ഞാൽ നേരെ എന്റെ പകുതി എടുത്താൽ മതി. എത്രയാ അത്? 250. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ എനിക്ക് 25% ആവും. എത്രയാ? 125. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 75% ആവും. എത്ര? 375. അപ്പൊ ഒരു സംഖ്യയുടെ 50%, 25%, 75% പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നുകൂടെ പറയാം, ഞാൻ വേറെ സംഖ്യ മാറ്റാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരു 400 രൂപ എടുക്കാം. 400ന്റെ 25% എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400ന് ആദ്യം പകുതി എടുക്കുക 200, 200നെ വീണ്ടും പകുതി എടുക്കുക 100. അപ്പൊ 100 ആണ് 25% എന്ന് കിട്ടി. സിമ്പിൾ ആണ്, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അടുത്ത് വീണ്ടും ഇനി അതിന്റെ 75% ചോദിക്കുന്നതെങ്കിൽ എനിക്ക് എന്റെ 50% അറിയാം 200, 25% അറിയാം 100, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 300 ആണ് എന്റെ എന്തോന്ന്? 75%. കിട്ടിയില്ലേ? ഇനി സംഖ്യകൾ കുറച്ചും കൂടെ ഞാൻ കടുപ്പിക്കാൻ പോവുകയാണ്. 540. 540ന്റെ എത്ര ശതമാനം ഒതുക്കുന്നത്? 50% പറഞ്ഞാൽ നേരെ എന്റെ പകുതി എടുത്താൽ മതി. 540ന്റെ പകുതി എത്ര? 270. 25% പറഞ്ഞതിന്റെ പകുതി വീണ്ടും എടുത്താൽ മതി. 25ന്റെ പകുതി പറയാം 135. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എനിക്ക് 75%. എത്ര? 5, 10, 405. സംശയമുണ്ടോ? അപ്പൊ ഒരു സംഖ്യയുടെ 50%, 25%, 75% എടുക്കാനൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി വേറെ വീണ്ടും സംഖ്യ മാറ്റാം. 1200. 1200ന്റെ 75% എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം 50%, 600, അതിന്റെ 60%, 300 ആഡ് ചെയ്യുക 900. 900 ഈസ് എത്ര ശതമാനം? 75%. ഇനി 1500. 1500 75% ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പകുതി എടുക്കുക 750. 750 പകുതി എടുക്കുക 375. ആഡ് ചെയ്യുക 5, 10, 12. എത്ര വരും? 1125. 1125. സംശയമുണ്ടോ?
ഇങ്ങനെയാണ് ശതമാനം. ഒരു ചോദ്യം ചെയ്യാൻ 10 സെക്കൻഡ് ആവശ്യം പോലുമില്ല. 50ഓ 25ഓ 75% ആണെങ്കിൽ 10 സെക്കൻഡ് പോലും എടുക്കത്തില്ല. പിന്നെ ഒരു സംഖ്യ പറയാണ്, വീണ്ടും ഒരു സംഖ്യ പറയാണ്, ഒരു 85. 85ന്റെ 25% എടുക്കാൻ പറഞ്ഞാൽ 85ന്റെ പകുതി എടുക്കുക. അപ്പോ പകുതി എടുക്കാൻ അറിയണം. 8ന്റെ പകുതി 4ആണ്, 8ന്റെ പകുതി 40. 80ന്റെ പകുതി എടുക്കുക 40. 5ന്റെ പകുതി എടുക്കുക 2.5, 42.5. ഇനി ഇതിന്റെ പകുതി വീണ്ടും എടുക്കുക. 42ന്റെ പകുതി 21.25. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്തോന്നായി? അതിന്റെ 75%മാണിത്. അതിന്റെ 25%മാണിത്. അതിന്റെ 50%മാണിത്. മനസ്സിലായോ? ഇത് ഒരു അഡീഷണൽ നോളേജ് ആണ്. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞ കാര്യം വളരെ എളുപ്പമാണ്. 50%, 25%, 75%. നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ മോട്ടിവേഷൻ. കൂടുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. എന്നിരുന്നാൽ ഈ പറയുന്ന PSCയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് മാത്സ് സിലബസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു സെക്ഷൻ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മാത്സിനോടുള്ള ഭയം കുറയ്ക്കാനും മാത്സ് എളുപ്പമാക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.